ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കറുത്ത ദിവസം കൂടെ തന്നിരിക്കുക. ആണ്ടവർ തന്ന ദിവസത്തിൽ ആണ്ടവരെ നമുക്ക് സ്തുതിച്ചിടാം. നമ്മൾ ഇന്ന് എപ്പിസോഡ് 124 നമ്മൾ പഠിക്കുന്ന 124 നമ്മൾ ഇതൊരു ബൈബിൾ സ്റ്റഡിയാണ്. ഇത് നമ്മൾ ഫിലിപ്പിയ ലേഖനം 3:6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വാസിച്ചിടാം. ഫിലിപ്പിയ ലേഖനം 3:6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വാസിച്ചിടാം. നമുക്ക് ഇங்கே നമ്മൾ നമുക്ക് தெரியுதுன்னு சொல்லியால் இங்கே பவுலோஸ் விசுவாசிகளோட சொல்லுத காரியம் தான் நம்ம இங்கே பார்க்குது. என்ன பவுலோஸ் விசுவாசிகளோட என்ன சொல்லுது? യഹൂദ വിശ്വാസികളോട് ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ അത് മാത്രമല്ല, യഹൂദ വിശ്വാസികളും അതേപോലെ യവന വിശ്വാസികൾ അല്ലെങ്കിൽ അന്യജാതിക്കാരും ഉള്ള ഇടത്ത് പൗലോസ് ചെല്ലുക, ഞാൻ പരിച്ഛേദനയെ പറ്റിയാണ് ചൊല്ലുന്നത്. അവൻ ചൊല്ലുന്നത് അവൻ ദൈവത്തിൽ രണ്ട് കാര്യവും ചെയ്ത്, അതായത് വിശ്വാസികൾക്ക് പരിച്ഛേദനയുടെ ആവശ്യം கிடைக்காது. എന്നാ கிடைக்காது കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദന താൻ ഇங்கே പെരിയത്, അതായത് ഹൃദയത്തിൻ്റെ പരിച്ഛേദന. എന്നാൽ ഇங்கே അപ്പോസ്തലൻ പൗലോസ് ഞാൻ യഹൂദന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ ഇസ്രായേൽ മക്കളെ പോലെ ഞാൻ വസിച്ചാച്ച്, അതായത് ഞാൻ നമ്മൾ ഇങ്ങനെ നമ്മൾ 4-ാം വാക്യം മുതൽ നമ്മൾ വാസിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വാസിച്ച് പോവുക. എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്. ഞാൻ ചൊല്ലുക, ഞാൻ ഈ ഫ്ലഷിൽ അല്ലെങ്കിൽ ഈ ജഡത്തിൽ എനിക്ക് വസിപ്പാൻ ആശ്രയിപ്പാൻ വകയുണ്ട്. എനിക്കതിൽ ആശ്രയിപ്പാൻ തക്കോണം എനിക്ക് ഇരിക്കും. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം. വേറെ ആൾക്കാരെ ജഡത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ തോന്നിയാൽ എനിക്ക് അധികം, നിങ്ങൾ ജഡത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ എനിക്ക് അതിലും ജാസ്തിയായിട്ടിരിക്കും. കാരണം എന്നെ ചൊല്ലിയാൽ ഞാൻ ജഡത്തിൽ ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്ത മക്കൾ താൻ ആ ഇസ്രായേൽ മക്കൾക്ക് അതേപോലെ അവര് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കുക. ഞാൻ അവനെ ഇങ്ങനെ അവൻ്റെ ഇസ്രായേൽ മക്കളെ പറ്റിയുള്ള വിശേഷണം ഇങ്ങനെ ഞാൻ 8-ാം നാളിൽ പരിച്ഛേദന. ഇതെല്ലാം ഞാൻ നേരത്തെ ചൊല്ലിയാച്ചു. 8-ാം നാളിൽ പരിച്ഛേദന, അതായത് നിയമപ്രകാരം 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കണം. അവൻ 8-ാം നാളിൽ പരിച്ഛേദന അതായത് ശാരീരിക ഏറ്റവർ ഇസ്രായേൽ ജാതിക്കാരൻ. അത് മാത്രമല്ല, ഞാൻ ഇസ്രായേൽ ജാതിയിൽ നിന്നും പിറന്നവൻ, ഞാൻ ഇസ്രായേൽ ജാതിക്കാരൻ. അതുമാത്രമല്ല, ഞാൻ ഇസ്രായേൽ ജാതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ പിറന്നവൻ എന്ന് അവൻ ചൊല്ലുവാൻ. അത് മറ്റുമല്ല, ഞാൻ എബ്രായൻ, അതായത് ഞാൻ ഹീബ്രു ആണ്, അതായത് ഞാൻ എബ്രായ ഭാഷ സംസാരിക്കുന്ന ഹീബ്രു ആണ്, അല്ലെങ്കിൽ ഞാൻ ആണ്ടവർ എന്നെ തിരഞ്ഞെടുത്ത എബ്രായ ജാതിക്കാരൻ താൻ ജനിച്ചവൻ. ന്യായപ്രമാണം സംബന്ധിച്ച് അത് മറ്റുമല്ല, നിങ്ങൾ ന്യായപ്രമാണത്തെപ്പറ്റി നിങ്ങൾ പേശുകയെന്നുണ്ടെങ്കിൽ ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ പരിശീലനം, അതായത് വചനത്തിൻ്റെ സമ്പൂർണ്ണ ജ്ഞാനം എനിക്ക് തിരിക്കുക. ഞാൻ ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവൻ, എനിക്ക് വചനത്തെപ്പറ്റി നല്ല ഉറപ്പിരിക്കുക. ഞാൻ അങ്ങനെ ഉള്ള പരീക്ഷൻ ആയിരുന്നു ഞാൻ. അത് മാത്രമല്ല, ശുഷ്കാന്തി അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇവിടെ തൊട്ട് ഇനി നമ്മൾ അതിൻ്റെ അടുത്ത ക്യാരക്ടറിൽ ശുഷ്കാന്തി അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ അവൻ്റെ തീവ്രത അല്ലെങ്കിൽ അവൻ്റെ എരിവിനെ പറ്റി ഇങ്ങനെ ചൊല്ലുക. എന്നെ എരിവിനെ സംബന്ധിച്ചത്, ഞാൻ സഭയെ ഉപദ്രവിച്ചവൻ, ഞാൻ സഭയെ ഉപദ്രവിച്ചവൻ. കാരണം ഞാൻ ഇസ്രായേലിനായതുകൊണ്ട് ഇസ്രായേലിൽ ആണ്ടവരെ വേറൊരു ആണ്ടവരെ നിങ്ങൾക്ക് സ്തുതിപ്പാൻ പാടില്ല, അല്ലെങ്കിൽ ആണ്ടവരെന്ന് ചൊല്ലാൻ പാടില്ല. കാരണം അവൻ ഇസ്രായേലിയൻ. കാരണം ആണ്ടവരായ ഞാനല്ലാതെ വേറൊരു ദേവനുമേ ഇല്ല, ഒരു ദേവനുമേ கிடைக்காതെ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നീ ഒരു ആണ്ടവനെ കൊണ്ടുപോയി നീ എന്നെ ചൊല്ലുമ്പം ആണ്ടവർക്ക് ചിത്തമല്ലാത്ത ചെയ്യും. അതുകൊണ്ട് എന്നാ പറയണം? നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലണം. അതുകൊണ്ട് താൻ നമ്മൾ അപ്പോസ്തല പ്രവർത്തികളിൽ എന്നാ നമ്മൾ വാസിക്കുന്നത്? അങ്ങേ അവൻ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നു. കാരണം അവൻ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ ആണ്ടവർ എന്ന് ചൊല്ലി. മനുഷ്യൻ ഒരു ആണ്ടവരാവാൻ പാടില്ല. നീ ആണ്ടവർ എന്ന് ചൊല്ലിയാൽ ഇസ്രായേൽ മതപ്രകാരം ഇസ്രായേൽ നിയമപ്രകാരം എന്നാ பண்ணണം? അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അതുകൊണ്ട് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നാച്ച്. അത് മാത്രമല്ല,
ഞാൻ സഭയെ ഉപയോഗിച്ചു. ഞാൻ അത് മട്ടുമല്ല, ഞാൻ അത്രയും തീവ്രവാദി താൻ, അല്ലെങ്കിൽ അത്രയ്ക്ക് എരിവുള്ളവൻ താൻ, അല്ലെങ്കിൽ ഞാൻ ആണ്ടവരോട് അത്രയും അടുപ്പമായിരുന്നവൻ താൻ. അതുമാത്രമല്ല, ഞാൻ ഈ സഭയെ, അതായത് ഏത് സഭയെ? ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ സഭയെ ഞാൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ പ്രോസിക്യൂഷൻ ചെയ്ത വ്യക്തി. അതായത് അവരെ പിടിച്ചു കൊണ്ടുവന്ന് അവരെ അടിക്കുക മാത്രമല്ല, അവരെ ജയിലിൽ അടച്ച് അവനെ കൊല്ലുവാൻ തക്കോണം അത് അത്രയ്ക്ക് മാത്രം എരിവ് അവനിരുന്നു. അതായത് യഹൂദ മതത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരെ അവൻ കൊല്ലുവാൻ തക്കോണം മടി കാണിക്കാത്തവൻ, അത്രയ്ക്ക് അവൻ എരിവുള്ളവനായിരുന്നു. ഇங்கே നമ്മൾ പാർക്കുന്നത് അവൻ്റെ ശുഷ്കാന്തിയെപ്പറ്റി, അല്ലെങ്കിൽ അവൻ്റെ എരിവിനെ പറ്റി നമ്മൾ சொல்லுது. അവൻ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചു. അവൻ ആ ശുഷ്കാന്തി നിമിത്തം അവൻ വേറെ ഒന്നും കൊണ്ടല്ല, കാരണം വചനം അവന് തിരിയുന്നത് കൊണ്ട് വചനത്തിന് വിരുദ്ധമായി ആരെങ്കിലും പോവുകയാണെങ്കിൽ അവരെ കൊന്നുകളവാൻ തക്കോണം അവൻ മടിക്കാത്തവൻ, അവൻ അത് ചെയ്തവൻ. അവൻ ന്യായപ്രമാണത്തിൽ അതുമാത്രമല്ല, അവൻ സഭയെ, അതായത് ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ സഭയെ അവൻ ഉപദ്രവിച്ച്, അവർ പ്രോസിക്യൂട്ട് ചെയ്ത് അവരെ അടിച്ച് ആ സഭയെ എല്ലാം ഇല്ലാതാക്കി. അങ്ങനെ ഉള്ള മനുഷ്യൻ താൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. അതായത് ആണ്ടവരുടെ നിയമമായ മോശ തന്നിരിക്കുന്ന ന്യായപ്രമാണത്തിന് ഞാൻ അതേപോലെ പറ്റിക്കൊള്ളുന്നവൻ, അല്ലെങ്കിൽ ഞാൻ അതിൽ കുറ്റമില്ലാത്തവൻ. മോശയുടെ ന്യായപ്രമാണം ഞാൻ അതിൽ ഒരു വള്ളിയോ പുള്ളിയോ വിടാതെ ഞാൻ അത് പ്രമാണിച്ചവൻ. ഞാൻ ശുഷ്കാന്തി, അതായത് അതുകൊണ്ട് സംബന്ധിച്ച് ഞാൻ അനന്യൻ എന്ന് சொல்லுவேன். ഇംഗ്ലീഷിൽ சொல்லுது concerning zeal persecuting or church touching the righteousness which is in the law blameless. അങ്ങനെയുള്ള, അതായത് അതുകൊണ്ട് അപ്രകാരമായതുകൊണ്ട് അവൻ എന്നാ ഇങ്ങനെ சொல்லுதுഞ്ഞാൽ, ഞാൻ അവരെ ധർമ്മികളായ അല്ലെങ്കിൽ ആണ്ടവർക്ക് പ്രിയമായ മനുഷ്യരെ ഞാൻ അവരെ ഉപദ്രവിച്ചാച്ചേ, അല്ലെങ്കിൽ ഞാൻ അത് കാരണം എന്ന് പറഞ്ഞാൽ കാരണം എന്നത് ഞാൻ ശുഷ്കാന്തിയുള്ളവൻ, അതായത് ഞാൻ എരിവുള്ളവൻ എന്ന് ഇങ്ങനെ சொல்லுക. നമ്മൾ 7-ാം വാക്യത്തിൽ എന്താണ് വാസിക്കുന്നത്? എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തുമെന്ന് എണ്ണിയിരിക്കുന്നു. ഇங்கே വാസിക്കുന്ന ഒരു കാര്യം നമുക്കൊന്ന് വാസിച്ച് பார்க்கலாம். അതായത് ഞാൻ ഇസ്രായേലിലെ പരീക്ഷനായിരുന്നിട്ടും അതെല്ലാം എനിക്ക് ലാഭമായി കിടക്കുന്നത്. 8-ാം നാൾ ഞാൻ പരിച്ഛേദന ഏറ്റവൻ, അല്ലെങ്കിൽ ഞാൻ എന്നാ சொல்லுது 8-ാം നാൾ ഞാൻ ജഡത്തിൽ 8-ാം നാൾ പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ, ഞാൻ എബ്രായൽ ന്യായപ്രമാണ സംബന്ധ പരീക്ഷ, ഇതെല്ലാം ക്വാളിഫിക്കേഷൻ അതെനിക്ക് ലാഭമായിരുന്നു. കാരണം ഞാൻ പഠിച്ച് ഞാൻ അത് മനസ്സിലാക്കി അതിൽ സമ്പൂർണ്ണമായി വിശ്വസിച്ച് അതിന് ചിത്തമായി ഇരുന്ന ഞാൻ അതുമൂലം ഞാൻ എരിവുള്ളവനായിരുന്നു തീർന്നത് മുഖാന്തരം ഞാൻ സഭയെ ദ്രോഹിച്ചു. ഞാൻ സഭയിലെ ആൾക്കാരെ അടിച്ചു, ആ സഭ ഇല്ലാതാക്കി, അപ്പുറം എല്ലാം ചെയ്തു. അതെല്ലാം എനിക്ക് ലാഭം. കാരണം ഞാൻ നമ്മൾ വാസിക്കുന്നുണ്ട്. ശൗലിനെ എപ്പം താൻ ആണ്ടവർ പിടിച്ചാച്ച് ദമസ്കസിലേക്ക് എന്തേ പോയി? അവൻ മഹാപുരോഹിതൻ്റെ കൈ ഒപ്പ് എഴുത്തുമായിട്ട് താൻ അവൻ പോകുന്നത് എന്തിന്? അവിടെയുള്ള കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി, അവരെ ഉപദ്രവിക്കാൻ വേണ്ടി, അവരെ പിടിച്ചു കിട്ടി എവിടെ കൊണ്ടുവരാൻ വേണ്ടിയാ? അവരെ യെരുശലേമിൽ കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കാൻ വേണ്ടി. അതെല്ലാം അവന് ലാഭമായിരുന്നു. കാരണം അവൻ്റെ എരിവ് അത്രയ്ക്ക് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ എന്നാ சொல்லுது? എങ്കിലും എനിക്ക് ലാഭമായതൊക്കെയും എനിക്കിതെല്ലാം ലാഭകാര്യങ്ങളായിരുന്നു. ഈ ചൊല്ലിയ കാര്യങ്ങൾ നമ്മൾ 4-ാം വാക്യം, 5, 6 വാക്യത്തിൽ 3 വാക്യത്തിൽ നമ്മൾ അവന് ലാഭമായ കാര്യങ്ങൾ അങ്ങ് ചൊല്ലിയത്. അതായത് അവൻ എത്രമാത്രം ശുഷ്കാന്തി, എത്രമാത്രം എരിവുള്ളതെന്ന് ചൊല്ലിയിട്ട് ഇപ്പോൾ അവൻ ചൊല്ലുന്നത് ഇതെല്ലാം എനിക്ക് എന്നായിരിക്കുന്നത്? ക്രിസ്തു മഹത്വം ചെയ്ത് മണ്ണിയിരിക്കുന്നു. ഇതെല്ലാമേ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിച്ചപ്പോൾ ഇതിന് യാതൊരു വിലയും கிடைக்காது. എന്നതാ?
കാരണം ഇപ്പോൾ ഞാൻ മറ്റത് ഇസ്രായേലിനാ ഇപ്പോൾ ഞാനിപ്പോൾ ആരാണ്? ആണ്ടവരായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിച്ചപ്പോൾ, അല്ലെങ്കിൽ അവനിൽ ഞാൻ നമ്പിയപ്പോൾ എൻ്റെ പാപങ്ങളെല്ലാം തുടച്ചു മാറ്റിയാச்சு. എനിക്ക് എന്നിൽ പാവമേ கிடைக்காது. ഞാൻ പവിത്രനായിരിക്കും. ഇസ്രായേൽ മക്കൾ പവിത്രനാവണമെങ്കിൽ എന്നാ பண்ணണം? അവർക്ക് എല്ലാ വർഷവും എന്നെ പാപയാഗം നടത്തണം. അതായത് ഒരു വർഷത്തെ പാപയാഗത്തിന് വേണ്ടി അവർ എന്നാ ചെയ്യേണ്ടത്? ആ പാപം എല്ലാം ഏറ്റു പറഞ്ഞ് രണ്ട് ആട്ടുംകോറ്റനെ പാപത്തിന് വേണ്ടി മാറ്റി നിർത്തിയിട്ട് ഒരു ആട്ടുകോറ്റൻ പിന്നെ മരുഭൂമിയിലേക്ക് വിട്ടിട്ട് ഒരു പാവം എല്ലാം ഏറ്റി മരുഭൂമിയിലേക്ക് വിട്ടിട്ട് മറ്റേ ആട്ടുകോറ്റനെ എന്നാ പണ്ണും? അതിനെ എന്നാ പണ്ണും? യാഗമായി അർപ്പിക്കും. അന്നേരം ഈ 2 ആട്ടുകോറ്റനെ കാണുന്നു. അന്ന് ഇங்கே നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്നാ ചോദിച്ചാൽ, ആണ്ടവരായ യേശുക്രിസ്തു ഈ 2 കാര്യം ചെയ്ത് അവൻ നമ്മളുടെ സകല പാപവും ഏറ്റുകൊണ്ട് അവൻ മരുഭൂമിയിലേക്ക് പോയി. അവൻ നമുക്ക് വേണ്ടി അവൻ അതായത് ആ പാപവും താങ്ങിക്കൊണ്ട് പോയി. അതുമാത്രമല്ല, നമ്മുടെ പാപത്തിന് വേണ്ടി അവൻ യാഗമായി തീർന്നു. അതുകൊണ്ട് യാഗമായി തീർന്നുകൊണ്ട് അവൻ എന്ത് പറ്റി? നമ്മളെ പവിത്രനും പരിശുദ്ധനും നമ്മളെ നീതിമാനുമാക്കി. നമ്മൾ കൊലുസ്സൽ ഈണത്തിൽ നമ്മളതാണ് വാസിക്കുന്നത്. അവൻ നമ്മളെ നിർദോഷനും നിഷ്കളങ്കനുമാക്കി തീർത്തു. അവൻ നമ്മളെ നിർദോഷനും നിഷ്കളങ്കനും ആക്കി തീർത്തു. ഹോളി ബ്ലെയിംലെസ് ആക്കി തീർത്തു. അതായത് നമ്മളെ പവിത്രനും നമ്മളെ നിഷ്കളങ്കനുമാക്കി. ഇപ്പോൾ ഞാൻ പവിത്രനായിരിക്കുന്നു. ഞാൻ ആണ്ടവർ മൂലം, ആണ്ടവരായ യേശുക്രിസ്തു മൂലം അതായത് ഞാൻ നേരത്തെ വിചാരിച്ച എല്ലാ കാര്യത്തെക്കാട്ടി എനിക്ക് അതിമഹത്തായ കാര്യം എനിക്ക് സംഭവിച്ചിരിക്കുക. ഞാനിപ്പോൾ ആണ്ടവരുടെ പൈതൽ താൻ, ആണ്ടവരുടെ മകൻ താൻ, ആണ്ടവർ എന്നെ കാപ്പാക്കുന്ന മകൻ താൻ, ആണ്ടവർ എൻ്റെ കൂടെ ഇരിക്കുക, ആണ്ടവർ താൻ എന്നെ നടത്തുന്ന ആണ്ടവർ എനിക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് എന്നോട് ചൊല്ലിയിരിക്കുക. അവൻ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ ആണ്ടവരുടെ മണവാട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ ആണ്ടവരുടെ മനവി, ആണ്ടോട് എൻ്റെ കണവർ, ഞാൻ അവൻ്റെ മനവി, അല്ലെങ്കിൽ ഞാൻ അവന് ചിത്തം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ആണ്ടവരുടെ ശരീരത്തിൻ്റെ അംഗം, അല്ലെങ്കിൽ ആണ്ടവരായ യേശുക്രിസ്തു എൻ്റെ തല, അല്ലെങ്കിൽ എൻ്റെ ശിരസ്, എൻ്റെ തല എന്ന് ചൊല്ലുക. ഞാൻ അവൻ്റെ ഞാൻ ശരീരത്തിൻ്റെ ഒരു ഭാഗം. അത് ഞാൻ ഇപ്പം ആണ്ടവർ എന്നിൽ വസിക്കുന്നു, ആണ്ടവർ എൻ്റെ ഹൃദയത്തിലേക്ക് ആത്മാവ് എന്നെ നടത്തുന്നു. അങ്ങനെയുള്ളവൻ ഞാൻ. അതുകൊണ്ട് ഈ പഴയ കാര്യമെല്ലാം ഞാൻ അത് ചപ്പും ചവറും എന്ന് എണ്ണുന്നു, അല്ലെങ്കിൽ അത് ഛേദമെന്ന് എണ്ണുന്നു എന്ന് ചൊല്ലുക. എൻ്റെ ടൈം മുടിഞ്ഞാച്ച സമയം നമുക്ക് പിന്നെ വിസാരിച്ചിരാം. ആണ്ടോടെ നാം മഹിമപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വണക്കം. ആമേൻ.